ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കുറച്ചു മുൻപ് എൻട്രിക്കിനെ കുറിച്ച് കാസമിറോ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ രൂപത്തിൽ വിവാദമായിരുന്നു. അതായത് എൻട്രിക്ക് വേൾഡ് കപ്പിലേക്ക് വന്നു എന്ന് കരുതി ബ്രസീലിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല, പൂർണ്ണമായും അദ്ദേഹത്തെ ആശ്രയിക്കാൻ കഴിയില്ല, വേൾഡ് കപ്പ് ടീമിൽ ഇടം ലഭിക്കുമോ എന്നുള്ളത് ഉറപ്പുപോലും ഇല്ലാത്ത ഒരു താരമാണ് എൻട്രിക്ക്, അദ്ദേഹത്തിൽ പ്രഷർ ചെലുത്താനാവില്ല എന്നൊക്കെയായിരുന്നു കാസമിറോ പറഞ്ഞിരുന്നത്. ഇത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ വിവാദമായി. കാസിമിറോയെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ, യുവതാരങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ വിഷയത്തിൽ കാസിമിറോ ഒരിക്കൽ കൂടി ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. താൻ എൻട്രിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നാണ് കാസിമിറോ നൽകുന്ന ഒരു വിശദീകരണം. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ആ വിവാദത്തിൽ ഞാൻ കുറച്ചധികം അസ്വസ്ഥനായിരുന്നു. കാരണം ഞാൻ എൻട്രിക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് ഭാരം വരാതിരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. കാരണം അദ്ദേഹത്തിന് ഇനി 3-4 വേൾഡ് കപ്പുകൾ കളിക്കേണ്ടതുണ്ട്. താൻ മികച്ച താരമാണ് എന്നുള്ളത് എൻട്രിക്ക് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞതാണ്. ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹമാണ് ഞങ്ങളെ സേവ് ചെയ്തത്. പക്ഷെ ഇത് നായകത്വവുമായി ബന്ധപ്പെട്ടതാണ്. മറ്റുള്ള പേരുകൾ അതിനുവേണ്ടി അവിടെയുണ്ട്. എൻട്രിക്കും റയാനും ഒക്കെ ഫ്രീ ആയിക്കൊണ്ട് കളിക്കേണ്ടവരാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ശ്രമിച്ചത്. ഇതാണ് കാസമിറോ പറഞ്ഞിട്ടുള്ളത്. അതായത് വേൾഡ് കപ്പിലെ ബ്രസീലിന്റെ പ്രധാനപ്പെട്ട നായകനായിക്കൊണ്ട് എൻട്രിക്കിനെ പരിഗണിക്കേണ്ടതില്ല. അദ്ദേഹം യുവതാരമാണ്, അദ്ദേഹത്തിൽ സമ്മർദ്ദം നൽകരുത്, ഫ്രീ ആയിക്കൊണ്ട് അദ്ദേഹത്തെ കളിക്കാൻ അനുവദിക്കണം എന്നൊക്കെയാണ് ഇപ്പോൾ കാസമിറോ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് വളച്ചൊടിക്കപ്പെട്ടതിൽ താൻ വളരെയധികം അസ്വസ്ഥനാണ് എന്നുകൂടി കാസമിറോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും എൻട്രിക്ക് വേൾഡ് കപ്പ് ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷകളാണ് ബ്രസീലിയൻ ആരാധകർക്ക് ഈ യുവ പ്രതിഭയിൽ ഉള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.